ശിക്ഷാ ഇളവ് ലഭിച്ച് ജയിൽ മോചിതനാകുന്ന IS ഭീകരവാദി സുഭാനി ഹാജ മൊയ്തീൻ കേരളത്തിലെ ഭീകര ഗ്രൂപ്പുകളിലെ പ്രധാന കണ്ണി. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വൻ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. സുഭാനി കൊടും ഭീകരനാണെന്ന് NIA ശിക്ഷാ ഇളവിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീലിനൊരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, ഈ പുറത്തേക്കിറങ്ങുന്നത് കൊടും ഭീകരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ശക്തമായ വാദങ്ങൾ ഉയർത്തി ഇയാളെ വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്? ഗൗതം, സുഭാനി ചെറിയ ഒരു മീനല്ല, വലിയ ഒരു കൊടും ഭീകരവാദി തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നത്. കാരണം ഇയാളുടെ മുൻകാല പ്രവർത്തികൾ, ഭീകരവാദ ബന്ധങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ ശേഖരിച്ചിരുന്നു. 2015 സുഭാനി അറസ്റ്റിലാകുന്നത്. ഇതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിന് അകത്ത് യുവാക്കളുടെ സംഘങ്ങളെ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്നതിനും ഭീകരവാദ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുന്നതിനും മാത്രമല്ല രാജ്യാന്തര ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളുടെ നേതൃത്വ സ്ഥാനവും എല്ലാം തന്നെ സുഭാനി ഹാജ മൊയ്തീൻ വഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് അടുത്ത വർഷം ജയിൽ മോചന സാധ്യതകൾ തെളിയുന്നത്. സ്വാഭാവികമായും അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യമാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല ശാസ്ത്രീയ തെളിവുകളടക്കം നേരത്തെ സുഭാനിക്കെതിരെ ശേഖരിച്ച തെളിവുകൾ അത് ഒരിക്കൽ കൂടി ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. കാരണം നേരത്തെ ശേഖരിച്ച തെളിവുകൾ എന്ന് പറയുന്നത് 2015 നടത്തിയ റെയ്ഡിൽ ഇയാൾ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിയിലാകുന്നത്. അവിടെ ഒരു ജ്വല്ലറിയിൽ ജീവനക്കാരനായി കഴിയുകയായിരുന്നു. 2015 തുടക്കത്തിൽ തുർക്കി വഴി ഇറാഖിലേക്ക് കടക്കുന്നു. അവിടെ ISന്റെ ഭാഗമായി, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭാഗമായി, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളുടെ പ്രചാരകനായി അവിടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി. ഇതിനിടയിൽ അവിടുത്തെ സർക്കാരിനെതിരെ യുദ്ധം നടത്തി അതിനിടയിൽ പരിക്ക് പറ്റിയാണ് ഇയാൾ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായി തന്നെ സുഭാനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. സുഭാനിയെക്കുറിച്ച് മാത്രമല്ല കേരളത്തിലെ വിവിധ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ച് അവർ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് തിരിച്ച് എത്തിയപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് ഇയാൾ അറസ്റ്റിലാകുന്നത്. എന്നാൽ സുഭാനി കോടതിയിൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താൻ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്. അറസ്റ്റിലായത് മുതൽ റിമാൻഡ് പ്രതി എന്ന നിലയിൽ താൻ ജയിലിൽ തുടർന്നു. അതിനുശേഷം 2020 NIA പ്രത്യേക കോടതി തന്നെ ശിക്ഷിച്ചു. അതിനുശേഷം ഇപ്പോഴും ജയിലിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാ കാലാവധിയായി താൻ കഴിഞ്ഞ കാലഘട്ടം കണക്കാക്കുകയും വേണം, തനിക്ക് ഇളവ് വേണമെന്ന ആവശ്യമായിരുന്നു കോടതി അംഗീകരിച്ചത്. അങ്ങനെയാണ് കൊടും ഭീകരവാദി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചിയിലെ പ്രത്യേക കോടതി ശിക്ഷിച്ച കൊടും ഭീകരവാദി ശിക്ഷാ ഇളവ് നേടി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് 2026 അയാളുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ അത് അനുവദിക്കാനാകുന്ന ഒരു കാര്യമല്ല. ഒരു കാരണവശാലും കൊടും ഭീകരവാദി നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി. IS ഭീകരൻ സുഭാനി ഹാജി മൊയ്തീൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് തടയാൻ ദേശീയ അന്വേഷണ ഏജൻസി ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ കൊടും ഭീകരവാദിയും കേരളത്തിൽ നടന്നിട്ടുള്ള പല ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ണിയുമാണ് എന്നാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ നിലയിൽ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അപ്പീലിന് പോകാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ.